ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന് നിങ്ങളോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടോ? പല ആളുകളും എന്നോട് വിളിച്ചു പറയുന്ന ഒരു പരാതിയാണ്, സർ പണ്ടത്തെ പോലെ പുള്ളി എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ താല്പര്യം എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ശീലങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ആ ഒരു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം കൂടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യവും ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് പരിചയപ്പെടാം. അതാണ് പരാതി പറയുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എപ്പോഴും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കത്തില്ല. എപ്പോഴും ആ വ്യക്തിക്കും ഒരു മൂഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പുരുഷനെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മാക്സിമം ഹാപ്പി ആക്കുക, എപ്പോഴും സന്തോഷം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, നല്ല രീതിയിൽ അപ്രീസിയേഷൻ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ ഹാപ്പി ആയിരിക്കും. അപ്പോൾ അവരെപ്പോഴും ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം കൂടത്തേ ഉള്ളൂ. അവർ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തില്ലാതിരിക്കുന്ന സമയത്ത് അവർക്ക് ഹാപ്പിനെസ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അവർ തിരിച്ച് ചേസ് ചെയ്യാനും താല്പര്യം കൂടാനും ഒരു കാരണമായി തീരും. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കംപ്ലൈന്റ് പറയുന്നത് നിർത്തുക, അവരെ മാക്സിമം ഹാപ്പി ആക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അതെന്താണ്? അവരുടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാതിരിക്കുക. ആർക്കൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്, ആരുടെയൊക്കെ റിസീവ്ഡ് കോൾസ് ആണ് വന്നിട്ടുള്ളത്, ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതെന്താണ്? ഒരു നീഡ്നെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ പുള്ളിയെ ചേസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യും തോറും എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യം കുറയുകയാണ് ചെയ്യുക. അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ചേസിങ് കൂടുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അത് ആ വ്യക്തി കാണണമെന്നില്ല, ആ വ്യക്തി കണ്ടാലും ഇല്ലെങ്കിലും അങ്ങനെയാണ് സംഭവിക്കുക. ഇത് എനർജി ലെവലിലുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ പുരുഷനെ 100% ട്രസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു ഫോൺ ചെക്കിംഗ് എന്ന് പറയുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് എപ്പോഴും ആൻസർ യെസ് എന്നുള്ളതായിരിക്കരുത്. അവരെന്ത് പറഞ്ഞാലും യെസ് എന്നുള്ള ഉത്തരം മാത്രം പറയരുത്. ഇടയ്ക്കൊക്കെ നോ പറയുകയും വേണം. അഥവാ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ യെസ്സും ആവശ്യമില്ലാത്തതാണെങ്കിൽ നോയും പറയാൻ നിങ്ങൾ പഠിക്കണം. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ ഒരു തീരുമാനം മാറ്റി പറയരുത് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും യെസ് 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 എന്നുള്ള ആൻസർ മാത്രം പറയാതെ ഇടയ്ക്കൊക്കെ നോ പറയാനും നിങ്ങൾ പഠിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു ചേസിങ് ഉണ്ടാവുക. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുള്ളി ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറയുകയാണ്, അഥവാ ആ വ്യക്തി മീറ്റ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ആഴ്ച പറ്റത്തില്ല കേട്ടോ, നമുക്ക് അടുത്ത ആഴ്ച മീറ്റ് ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അവിടെ ഒരു നോ പറഞ്ഞു, എന്നാൽ അടുത്ത ആഴ്ച മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ആ വ്യക്തിക്ക് ഒരു ചേസിങ് മെന്റാലിറ്റി കൂടുക എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. എസ് പറയേണ്ട സ്ഥലത്ത് എസ് പറയുക, നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, എപ്പോഴും നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അങ്ങനെ അത്തരം നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ ഇരിക്കുന്ന സമയത്ത് ആ വൈബ് തന്നെയായിരുന്നു ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും കിട്ടുക. അപ്പം നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും അവർ ഇഷ്ടപ്പെടത്തില്ല. കാരണം നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഒരു ഹാപ്പിനെസ്സും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് അകലാനേ ശ്രമിക്കത്തുള്ളൂ, നിങ്ങളോടുള്ള താല്പര്യം കുറയത്തേ ഉള്ളൂ. അപ്പം നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിറക്കുക. നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ്
ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകളൊക്കെ കൂടുതലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തോട്ട് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. 31 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം, ജോയിൻ ചെയ്യാം. നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റി എപ്പോഴും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ആ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുകയും ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളോട് ഒരു താല്പര്യം ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നോട്ട് ബീയിങ് ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ്. ആ വ്യക്തിയോട് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം കുറയും. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ടായിരിക്കും, പക്ഷെ അതിനൊന്നും നിങ്ങൾ യാതൊരു വിധത്തിലുള്ള അപ്രീസിയേഷനോ അല്ലെങ്കിൽ താങ്ക്സോ ഒന്നും പറയുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ആ ചെയ്യുന്ന കാര്യത്തോടൊക്കെ ഒരു താല്പര്യം കുറഞ്ഞു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം നിങ്ങളുടെ ഒരു സുഹൃത്ത് ആ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ മുന്നിൽ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു സുഹൃത്ത് ഒരു ചോക്ലേറ്റ് തന്നു, അതിന് നിങ്ങൾ താങ്ക്സ് പറയുന്നു. അതിനേക്കാൾ വലിയൊരു ഗിഫ്റ്റ് ചിലപ്പോൾ ഇന്നലെ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ സ്വന്തം ആളല്ലേ എന്ന് കരുതിയിട്ടായിരിക്കും പറയാതിരുന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു നന്ദി അറിയിക്കുക. അത് പല രീതിയിലാവാം. ചിലപ്പോൾ ഒരു ഹഗ്ഗിങ്ങിലൂടെ ആവാം, ഒരു കിസ്സിലൂടെ ആവാം, അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറച്ചിലൂടെ ആവാം, അല്ലെങ്കിൽ ഒരു ചേർത്ത് നിർത്തി ഒരു ചെറിയൊരു ഹഗ്ഗിലൂടെ ആവാം. വോട്ട് എവർ ഇറ്റ് ഈസ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നതിനുള്ള ആ ഒരു അപ്രീസിയേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ആ ഒരു താല്പര്യം കൂടുകയും നിങ്ങളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് വർദ്ധിച്ചു വരികയും ചെയ്യുക എന്നുള്ളതാണ്. തീരെ പറയാതാവുമ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് തീരെ അറ്റൻഷൻ കൊടുക്കാതിരുന്നാലും പ്രശ്നം തന്നെയാണ്. അഥവാ നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന പുരുഷൻ്റെ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ രാവിലെ എണീക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഉണ്ടാക്കുന്നു, പുള്ളിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ സംഭവിക്കും. നമുക്ക് നമ്മളെ കൂടുതൽ സ്നേഹിക്കാം, നമ്മുടെ കാര്യങ്ങൾ നോക്കാം. പക്ഷേ ഒരു റിലേഷൻഷിപ്പിലോട്ട് കിടക്കുന്ന സമയത്ത് രണ്ടുപേരെയും കൺസിഡർ ചെയ്യേണ്ടി വരും. അവർക്ക് കുറച്ച് അറ്റൻഷൻ കൊടുക്കേണ്ടി വരും, നമ്മുടെ എനർജി കുറച്ച് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മളിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അവരുടെ കാര്യങ്ങളിൽ കൂടി കുറച്ച് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളോടൊരു താല്പര്യം തോന്നും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇമോഷണൽ നീഡ്സ് ഉണ്ടായിരിക്കും, അല്ലാത്ത ഒരുപാട് തരത്തിലുള്ള നീഡ്സുകൾ ഉണ്ടായിരിക്കും. ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പുരുഷന്മാർ എന്തൊക്കെയാണ് സ്ത്രീകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതല്ലാത്ത സന്ദർഭം അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് വിടുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം കുറയും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ നീഡ്സിനൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് അവർക്ക് വേണ്ട രീതിയിലുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സുഹൃത്തിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സമ്മതം കൊടുക്കുക. അപ്പോൾ അതിനൊന്നും നിങ്ങൾ പിടിച്ചു വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവർ പൊസീവ്നെസ് കാണിക്കുന്ന സമയത്ത് നിങ്ങളോടുള്ള താല്പര്യം കുറയുകയാണ് ചെയ്യുക. സോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക, അവരെ ട്രസ്റ്റ് ചെയ്യുക, അവർക്കൊരു ഇൻഡിവിജ്വൽ ആ ഒരു ഫ്രീഡം നിങ്ങൾ കൊടുക്കുക. ആ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു ഫ്രീഡം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അത്യാവശ്യം ഒരു 5-6 പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ ചേസ് ചെയ്യും, നിങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എനിവേ താങ്ക് യു. നമസ്തേ.